ശ്രീ സായിനാഥന് നമസ്കാരം. അധ്യായം 29. ചെന്നൈയിലെ ഭജനമേള. 1916 ചെന്നൈയിലെ ഭജനമേള തീർത്ഥാടനത്തിനായി ബനാറസിലേക്ക് പുറപ്പെടുന്നു. അതിൽ ഒരുവന്റെ ഭാര്യയും അവരുടെ മരുമക്കളും ഉൾപ്പെട്ടിരുന്നു. അവരുടെ പേരുകൾ ഇവിടെ പറയുന്നില്ല. പോകുന്ന വഴിക്ക് അവർ അഹമ്മദ് നഗർ ജില്ലയിലെ ഷിർദി എന്ന സ്ഥലത്ത് ഒരു വലിയ സന്യാസിയായ സായിബാബ ഉണ്ടെന്നും ബാബ ഒരു ദൈവപ്രകൃതിയാണെന്നും വളരെ വലിയ മനസ്സുള്ള ആളുമാണെന്നും കേട്ടു. ബാബ ഭക്തന്മാർക്ക്, അറിവുള്ളവർക്ക് ആരെല്ലാം അവിടെ ചെന്ന് അവരുടെ അറിവിനെ കാണിക്കുന്നുവോ അവർക്ക് ധാരാളം പണം ദിവസേന കൊടുത്തിരുന്നു. ദക്ഷിണയായി സായിബാബയ്ക്ക് ഒരുപാട് പണം ലഭിച്ചിരുന്നു. അതിൽ നിന്നും ദിവസേന 1 രൂപ 3 വയസ്സായ അമാനി ഭക്ത് കൊണ്ടാജിയുടെ മകൾക്കും, 2 രൂപ മുതൽ 5 രൂപ വരെ വേറെ ആളുകൾക്കും, 6 രൂപ അമാനിയുടെ അമ്മയ്ക്കും, 10 രൂപ മുതൽ 20 വരെ ചില സമയങ്ങൾ 50 രൂപ വരെയും മറ്റു ഭക്തന്മാർക്കും അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം കൊടുത്തിരുന്നു. ഇത് കേട്ട് ആ സംഘം ഷിർദിക്ക് വന്ന് അവിടെ താമസിച്ചു. അവർ വളരെ നന്നായി ഭജന പാടുമായിരുന്നു. നല്ല പാട്ടുകളാണ് പാടിയിരുന്നത്. പക്ഷെ മനഃപൂർവ്വമായി അവർ പണം ആഗ്രഹിച്ചിരുന്നു. അതിൽ 3 പേർ അത്യാഗ്രഹികളായിരുന്നു. പക്ഷെ അതിലുള്ള ഒരു സ്ത്രീ വ്യത്യസ്തയായിരുന്നു. നല്ല മര്യാദയും ബഹുമാനവും സ്നേഹവും ബാബയോടുണ്ടായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ആരതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാബ അവളുടെ ഭക്തിയിൽ വളരെ സന്തോഷിച്ചു. അവളുടെ ഇഷ്ടദേവനായി പ്രത്യക്ഷമായി കാശ് കൊടുക്കുകയും ചെയ്തു. അവർക്ക് മാത്രം ബാബ സീതാനാഥനായും രാമൻ മറ്റുള്ളവർക്ക് സാധാരണ സായിനാഥനായും കാണപ്പെട്ടു. അവളുടെ ഇഷ്ടവിഗ്രഹത്തെ കണ്ടയുടൻ അവളുടെ മനസ്സുരുകി കണ്ണുകളിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ ഒഴുകി. അവൾ സന്തോഷത്താൽ തന്റെ കൈകൾ കൂപ്പി പ്രാർത്ഥന തുടങ്ങി. അവിടെ കൂടിയിരുന്ന ജനങ്ങൾ അവളുടെ സന്തോഷം കണ്ട് ആശ്ചര്യപ്പെട്ടു. അവൾക്ക് അതിന്റെ കാരണം അറിയുമായിരുന്നില്ല. ഉച്ച കഴിഞ്ഞ സമയത്ത് അവൾ അവളുടെ ഭർത്താവിനോട് പറഞ്ഞു. അവൾ എങ്ങനെ സായിബാബയിൽ ശ്രീരാമനെ കണ്ടുവെന്നും അദ്ദേഹത്തോട് പറഞ്ഞു. അവൾ ഒരു സാധാരണക്കാരി, വളരെ ഭക്തിയുള്ളവളുമാകയാൽ ഒരു പക്ഷേ അവളുടെ മനസ്സിൽ രാമന്റെ രൂപം കാണപ്പെട്ടിരിക്കാമെന്ന് വിചാരിച്ചു. അദ്ദേഹം അവളുടെ വാക്കുകളെ കൂട്ടാക്കിയില്ല. എന്തെന്നാൽ മറ്റുള്ളവർക്ക് സായിബാബയെ കാണുമ്പോൾ അവൾക്ക് മാത്രമായി രാമനെ കാണുവാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു. എന്നാൽ അവൾക്ക് രാമനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അത്ഭുതമായ കാഴ്ച. കാര്യങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ ഭർത്താവ് ഒരു പുതിയ തരം സ്വപ്നം കണ്ടു. അദ്ദേഹം ഒരു പട്ടണത്തിലായിരുന്നു. പോലീസ് അദ്ദേഹത്തിന്റെ കൈകളെ കെട്ടി തടവിലാക്കി. പോലീസ് കയറുമുറുക്കുമ്പോൾ ബാബ ജയിലിന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ബാബയെ അടുത്തു കണ്ടപ്പോൾ അദ്ദേഹം സാധാരണ ശബ്ദത്തിൽ വിളിച്ചു. നിന്റെ കീർത്തിയെ കേട്ടിട്ട് ഞാൻ നിങ്ങളുടെ പാദങ്ങൾ ശരണമടയുന്നു. നിങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്തിനാണ് എനിക്ക് ഇത്തരം ഒരു സംഭവം ഉണ്ടാവുന്നത്? ബാബ പറഞ്ഞു, നീ നിന്റെ കർമ്മഫലം അനുഭവിക്കണം. ഈ മാതിരി ഒരു വിപത്ത് ഈ ജന്മത്തിൽ ഒന്നും ചെയ്യാത്ത എനിക്ക് എന്തിനു വരണം? ബാബ അതിന് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ മുൻ ജന്മത്തിൽ എന്തെങ്കിലും പാപം ചെയ്തിരിക്കും. എനിക്ക് എന്റെ കഴിഞ്ഞ ജന്മത്തെ പറ്റി ഒന്നും അറിയില്ല. എന്തെങ്കിലും പാപങ്ങൾ അപ്പോൾ ചെയ്തിരിക്കുമെന്ന് വിചാരിക്കുക. എന്തുകൊണ്ട് അവയെല്ലാം നിങ്ങളുടെ മുമ്പിൽ എരിയിച്ച് ചാമ്പലാക്കാൻ പാടില്ലേ? ഉണങ്ങിയ പുല്ലിന് തീ പിടിച്ച പോലെ. ബാബ, നിനക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. പിന്നെ ബാബ അവനോട് കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹം അത് ചെയ്തയുടൻ എന്തോ ഒരു സാധനം താഴെ വീണ പോലെ ഒരു ശബ്ദം കേട്ടു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തെ വിടുവിച്ചിരിക്കുന്നു. പോലീസ് വീണ് പരിക്കേറ്റ് രക്തം ഒഴുകുകയായിരുന്നു. വളരെ പേടിച്ച് അദ്ദേഹം ബാബയെ നോക്കാൻ തുടങ്ങി. ബാബ പറഞ്ഞു, ഇപ്പോൾ നീ നല്ലവണ്ണം പിടിക്കപ്പെട്ടു. ഓഫീസർമാർ വന്ന് നിന്നെ തടവിലാക്കും. പിന്നെ അദ്ദേഹം യാചിച്ചു, അങ്ങല്ലാതെ വേറെ ആരും എനിക്കില്ല. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കുക. ബാബ വീണ്ടും അവന്റെ കണ്ണുകൾ അടയ്ക്കുവാൻ ആജ്ഞാപിച്ചു. അവൻ അത് ചെയ്തു. കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ ജയിലിൽ നിന്നും സ്വതന്ത്രനായിരിക്കുന്നു. പിന്നീട് ബാബയുടെ പാദങ്ങൾ വീണ് ബാബ ചോദിച്ചു, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഈ നമസ്കാരത്തിന് മുമ്പേ ചെയ്തതിനും? നല്ലവണ്ണം ആലോചിച്ചു മറുപടി പറയുക. അദ്ദേഹം പറഞ്ഞു, ധാരാളം വ്യത്യാസമുണ്ട്. നേരത്തെ ചെയ്തിരുന്ന നമസ്കാരങ്ങൾ നിങ്ങളുടെ അടുത്തു നിന്നും പണം കിട്ടുവാൻ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമസ്കാരം അങ്ങയെ ദൈവമായി കരുതി ചെയ്തതാണ്. മാത്രമല്ല, നേരത്തെ ഞാൻ കോപത്തോടെ നിങ്ങളൊരു മുഹമ്മദീയനായതിനാൽ ഹിന്ദുക്കളെ ചീത്തയാക്കുന്നു എന്ന് വിചാരിച്ചു. ബാബ, നീ
മുഹമ്മദീയ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? മാത്രമല്ല നേരത്തെ ഞാൻ കോപത്തോടെ നിങ്ങളൊരു മുഹമ്മദീയനായതിനാൽ ഹിന്ദുക്കളെ ചീത്തയാക്കുന്നു എന്ന് വിചാരിച്ചു. ബാബ, നീ മുഹമ്മദീയ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഇല്ല. പിന്നീട് ബാബ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഒരു പഞ്ച ഇല്ലേ? മുഹറം സമയത്ത് നീ അതിനെ വണങ്ങില്ലേ? വേറൊരു വിഗ്രഹം കൂടി നിന്റെ വീട്ടിലുണ്ട്, അതിന്റെ പേര് കട്ട് ബീബി. അതിനെ സന്തോഷ സമയങ്ങളിലും വിശേഷങ്ങളിലും ആരാധിക്കുക പതിവില്ലേ? അതും അദ്ദേഹം സമ്മതിച്ചു. ബാബ വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് വേറെന്ത് വേണം? അതിൽ പിന്നെ അവന്റെ മനസ്സിൽ ഗുരുദാമദാസിനെ കാണുവാനുള്ള ആഗ്രഹം ഉദിച്ചു. ഉടനടി ബാബ തിരിഞ്ഞു നോക്കുവാൻ കൽപ്പിച്ചു. അവൻ തിരഞ്ഞപ്പോൾ അവന്റെ മുമ്പിൽ നിൽക്കുന്നു. രാമദാസ് അദ്ദേഹത്തിന്റെ കാലിൽ വീണ് വണങ്ങാൻ ചെന്നപ്പോൾ രാമദാസ് മറഞ്ഞുപോയി. പിന്നെ ബാബയോട് ഉത്കണ്ഠയോട് ചോദിച്ചു, അങ്ങേക്ക് വയസ്സായി കാണുന്നു, അങ്ങേക്കറിയുമോ അങ്ങയുടെ വയസ്സ്? ബാബ, നീ എന്തു പറയുന്നു? ഞാൻ വയസ്സൻ, എൻ്റെ കൂടെ ഓടി നോക്കൂ. ഇത് പറഞ്ഞ് ബാബ ഓടാൻ തുടങ്ങി. അവനും പിന്തുടർന്നു. ബാബ താൻ ഓടി ഉയർത്തിയ പൊടിയിൽ കാണാതായി. ആ സമയത്ത് ഈ മനുഷ്യൻ ഉണർന്ന ശേഷം അദ്ദേഹം തന്റെ സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ചു. അദ്ദേഹത്തിന്റെ മനോഭാവം ബാബയുടെ ഉയർന്ന നിലയെ അറിഞ്ഞു. അതിൽ പിന്നെ അദ്ദേഹത്തിന്റെ സന്ദേഹിക്കുന്ന സ്വഭാവം മാറി. ബാബയോട് സത്യമായ ഭക്തി മനസ്സിൽ ഉണർന്നു വന്നു. ആ കാഴ്ച ഒരു സ്വപ്നമായിരുന്നു, പക്ഷേ അതിൽ വന്ന ചോദ്യോത്തരങ്ങൾ വളരെ മഹത്വമുള്ളതും താല്പര്യമായതുമാണ്. അടുത്ത ദിവസം എല്ലാവരും മസ്ജിദിൽ ആരാധിക്കായി കൂടിയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രസാദമായി 2 രൂപയ്ക്കുള്ള മധുര പലഹാരങ്ങളും തന്റെ കീശയിൽ നിന്ന് 2 രൂപ എടുത്തു കൊടുത്തു, ആശീർവദിച്ചു. അദ്ദേഹത്തെ കുറെ ദിവസങ്ങൾ കൂടി അവിടെ ബാബ താമസിപ്പിച്ചു. ഒടുവിൽ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് ധാരാളമായി എല്ലാം തന്ന് നല്ലത് ചെയ്യും. അദ്ദേഹത്തിന് ധാരാളം പണം കിട്ടുകയും അവരുടെ തീർത്ഥാടനം സഫലമാക്കുകയും ഒരസൗകര്യവും അവരുടെ യാത്രയിൽ ഉണ്ടാവുകയും ഇല്ല. അവരെല്ലാവരും സുഖമായി വീട്ടിലെത്തി. ബാബയുടെ വാക്കുകളെയും ആശീർവാദങ്ങളെയും വിചാരിച്ചുകൊണ്ട് പരമസുഖം അനുഭവിച്ചിരുന്നു. ഈ കഥ ബാബ തന്റെ ചില ശിഷ്യന്മാരെ നല്ല വഴിയിൽ കൊണ്ടുവരുവാനായി ഉപയോഗിച്ചു പല രീതികളും വിവരിക്കുന്നു.